ഹലോ ഗേൾസ്, അശ്വതീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി അച്ഛനും അമ്മയും ചേച്ചിയുമായിട്ട് നമ്മൾ ഷാർജ കുടിക്കാൻ കാവനാട് കടയിലായിട്ട് വന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഫേമസ് അല്ലേ ഷാർജ കട. അപ്പോൾ നമ്മളൊന്ന് കുടിക്കാൻ വന്നതാണ്. ഇന്ന് സിനിമ കാണാൻ പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ പോയില്ല. നൈറ്റ് ഷോ ഇല്ലായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പടം ഇല്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല. അപ്പം നമുക്ക് നേരെ കടയിലോട്ട് പോകാൻ വായോ. അപ്പം കട എത്തി, നല്ല തിരക്കാണ്. നമ്മളപ്പം ഞാനും അമ്മയും ചേച്ചിയായിട്ടെല്ലാം നമ്മൾ ഫുഡ് ഷാർജ കുടിക്കുന്ന അങ്ങോട്ട് കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക, ഷാർജയും കാത്തിരിക്കുക, നോക്കിയിരിക്കുക. അങ്ങനെ ഷാർജ വന്നാൽ അപ്പം തിന്നണം, അതാണ് മെയിൻ ഹോബി. എന്ന് വെച്ചാൽ ഷാർജയും കൊണ്ട് വരുവാണ്. ആദ്യം എനിക്കും ചേച്ചിക്കും ഉള്ളതാണ്, അപ്പം ഞാൻ ചേച്ചിക്ക് കൊടുത്തു, ഞാൻ കഴിച്ചു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് അച്ഛൻ കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പറയണ്ടല്ലോ, നമ്മുടെ കാവനാട് ഷാർജ സൂപ്പറല്ലേ. ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയാമേ. ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും കഴിക്കുകയാണ്, കഴിച്ച് തീർന്നു. അപ്പം ഞാൻ അവിടെ ഒരു മൂലയിലൊരു പാത്രം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടിട്ടു. അപ്പം അച്ഛൻ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോയി. എല്ലാവരും ഷാർജ കുടിച്ച മത്തിലാണ്, പതുക്കെ നടന്നു വരുന്ന അച്ഛൻ പേയ്മെൻറ്റ് കൊടുക്കാൻ പോയി. അപ്പോൾ ഈ ഷാർജ കടയെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർഫ്ലൈ ഇല്ലേ കാവനാട് ഫാൻസിയുടെ മറ്റേ ഗുജറാത്ത് ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കട കേട്ടോ. എല്ലാവരും പറഞ്ഞത് സൂപ്പർ ഷാർജ കട, നല്ല രസമാണ്. ഞാൻ അച്ഛൻ ബില്ലടിച്ചിട്ട് വന്നു. നമുക്ക് സ്വന്തമായിട്ട് ബൈക്കൊന്നും ഓട്ടിക്കാറുണ്ടല്ലോ, അച്ഛൻ വേണ്ടി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സ്കൂട്ടറിൽ, ഞാൻ താഴെ ഇരുന്ന് വന്നു, അച്ഛനും അമ്മയും മണ്ടയ്ക്കിരുന്നു. എങ്ങനെയാണ് വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പുറപ്പെട്ടു. അപ്പം നിങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ ഒരുപാട് പാടുപെട്ടു വീടെടുക്കാൻ. ഈ ക്യാമറ നേരെ ഇരിക്കണ്ടേ, ക്യാമറ കടന്ന് കുലുങ്ങുമായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു കൊടുക്കണം ചാനൽ. ബൈ.